ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നേരെ സന്ധ്യയെ തുടങ്ങി എവിടേക്ക് പോയതാണാവോ കുട്ടികൾ? എവിടെ എത്തിയിട്ടുണ്ടാവോ? ഒന്നും അറിഞ്ഞൂടാ. മനസ്സിലാണെങ്കിൽ ഓരോന്നിങ്ങനെ കുത്തിത്തറയ്ക്കുക. ഞാൻ അന്വേഷിക്കും. കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടെത്തുകയും ചെയ്യും. പക്ഷെ അവരെയും കൊണ്ട് ഞാൻ വരുമ്പോ നിന്റെ നേരെ അവര് വിരൽ ചൂണ്ടിയാൽ അടിച്ച് പുറത്താക്കൊന്നൊന്നും ഞാൻ പറയില്ല. കൊന്നുകളെ നിന്നെ ഞാൻ. അക്കാര്യത്തില് ഒരു പരിഗണനയും ഉണ്ടാവില്ല. എങ്ങോട്ടാ പോകുന്നത്? പുറത്ത് എവിടെ നടന്നാലും അവര് നമ്മളെ കണ്ടുപിടിക്കും. കല്യാണം നടത്തുകയും ചെയ്യും. ഈ സ്ഥലത്തൊന്നും ആരെയും കാണുന്നില്ലല്ലോ. ഇതിനകത്ത് കയറിയാലേ ആരും ഉണ്ടാവില്ല. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒളിച്ചിരിക്കാം. നമ്മളെ കാണാണ്ടായാലും കല്യാണം മുടങ്ങും. അത് കഴിഞ്ഞിട്ട് അവര് നമ്മളെ കണ്ടുപിടിച്ചോട്ടെ. അപ്പൊ എല്ലാവർക്കും മനസ്സിലാവല്ലോ ആദിക്ക് നിത്യാമ്മയെ വിട്ടു പോവാൻ പറ്റില്ലാന്ന്. എല്ലാവരും സമ്മതിക്കോ? സമ്മതിക്കും. സമ്മതിപ്പിക്കണം. ആദി പോയാലേ നിത്യാമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ലല്ലോ. നിത്യാമ്മ കരഞ്ഞ ആദിക്ക് വിഷമാവില്ലേ? വിഷമാവും. പിന്നെ നിത്യാമ്മ ഒരിക്കലും കരയാൻ പാടില്ല. നിത്യാമ്മ കരയാൻ പാടില്ലെങ്കിൽ ആദി ഒരിക്കലും നിത്യാമ്മ വിട്ട് പോവാൻ പാടില്ല. എല്ലാവരും ഇപ്പോ വിഷമിച്ച് ഓടി നടക്കുന്നുണ്ടാവും. അച്ഛനും അപ്പൂപ്പനും ഒക്കെ നല്ല സങ്കടത്തിലായിരിക്കും. എന്നാലും കുഴപ്പമില്ല. ആദിക്കും നിത്യാമ്മയ്ക്കും വേണ്ടിയല്ലേ. എനിക്ക് ജ്യോതി അമ്മേനെ വിളിക്കാൻ പറ്റില്ല. അമ്മയായി കാണാനും പറ്റില്ല. ആദി ബാ, നമുക്ക് നടക്കാം. പോലീസ് സ്റ്റേഷനെ വിളിച്ചിട്ട് എന്താ പറഞ്ഞേ? അവർക്ക് ഒരു പിടിയും കിട്ടിയിട്ടില്ല. അവരിങ്ങോട്ട് വരാൻ, ഇവിടെയുള്ളവരെ ചോദ്യം ചെയ്യാന്നൊക്കെ പറഞ്ഞപ്പോ അച്ഛൻ തടയുകയായിരുന്നു. ആദ്യം മോൻ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അവന് നമ്മളെ വിട്ടു പോവാനുള്ള വിഷമം കൊണ്ടാ. അവൻ എങ്ങനെ അമ്മേ നമ്മളെ വിട്ട് പിരിയാൻ പറ്റുക? എന്നെ വിളിച്ച് മാറ്റി ഉപദേശിച്ചാലും കുഞ്ഞിന്റെ മനസ്സിൽ മാറ്റി നിർത്താൻ പറ്റില്ലല്ലോ. ഞാനൊന്നും പറയുന്നില്ല. കുട്ടികൾ സ്വന്തം ഇഷ്ടപ്രകാരം പോയതാണെന്ന് വിശ്വസിക്കുന്നുമില്ല. എന്റെ കൺമുമ്പിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. എല്ലാവരും പരസ്പരം തോൽപ്പിക്കുകയല്ലേ. അപ്പൊ കുഞ്ഞുങ്ങൾക്കും തോന്നിക്കാണും ഞങ്ങളായിട്ട് എന്തിനാ മാറി നിൽക്കുന്നതെന്ന്. തോൽപ്പിക്കട്ടെ, എല്ലാവരും കൂടി തോൽപ്പിക്കട്ടെ. എന്റെ ഭാഗത്താ തെറ്റ്. ജ്യോതി അവനെ അകറ്റി നിർത്തിയപ്പോ
ഞാൻ എന്തിനാ അവന് ചേർത്ത് പിടിക്കാൻ പോയത്? ഞാൻ എന്തിനാ അവന്റെ അമ്മയുടെ പകരക്കാരിയായത്? ഞാൻ എന്തിനാ അവനെ കുറിച്ച് സ്വപ്നങ്ങൾ കണ്ടത്? ഞാനും ഒന്ന് മാറി നടന്നിരുന്നെങ്കിൽ ഒരു കുഴപ്പം ഉണ്ടാവില്ലായിരുന്നു. അല്ല അമ്മേ? ചേച്ചി, ഞാൻ എന്തെങ്കിലും ചോദിച്ചു പോയതിന്റെ പേരില് ചേച്ചി ഇങ്ങനെയൊന്നും പറയണ്ട. ജീവിതത്തിൽ ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് നടന്നതല്ലേ ഞാൻ. മനു തിരിച്ചു വന്നപ്പോ പോലും സ്വീകരിക്കാനായിട്ട് മനസ്സ് തയ്യാറായിരുന്നില്ല. എല്ലാരും കൂടി നിർബന്ധിച്ചിട്ടല്ലേ. ഏറ്റവും കൂടുതൽ നിത്യേച്ചിയല്ലേ എന്നോട് പറഞ്ഞത്. മനുവിന്റെ വീട്ടുകാരും ആദ്യം വേണമെന്ന് പറയുമ്പോ പറ്റില്ല എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഞാൻ എന്തൊരു അമ്മയാണെന്ന് അവര് ചിന്തിക്കില്ലേ? നിത്യേച്ചി സ്നേഹിച്ചതും കൂടെ കൊണ്ട് നടന്നതും അല്ല കുഴപ്പം. എന്നെ തേടി ഇങ്ങനെ ഒരു കല്യാണം വന്നതാ. ഞാനങ്ങ് ഒഴിഞ്ഞു മാറിയാ മതിയായിരുന്നു. ജ്യോതി, കരയില്ലേ മോളെ? ആദ്യമോനും കല്യാണിക്ക് ഒന്നും സംഭവിക്കില്ല. അവരൊരു കുഴപ്പമില്ലാതെ തിരിച്ചു വരും. നേരെ സന്ധ്യയെ തുടർന്ന് എവിടേക്ക് പോയതാണാവോ കുട്ടികള്? എവിടെ എത്തിയിട്ടുണ്ടാവോ? ഒന്നും അറിഞ്ഞൂടാ. മനസ്സിലാണെങ്കിൽ ഓരോന്നിങ്ങനെ കുത്തിത്തറയ്ക്കുക. നല്ലതൊന്നും കാണാൻ എനിക്ക് യോഗം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. എല്ലാവരും കൂടി ഒരു നേരം ഒരുമിച്ചിരുന്ന് ഒന്ന് ചിരിച്ച് സംസാരിച്ച് ഇത്തിരി ഭക്ഷണം കഴിച്ചിട്ട് പോലും എത്ര നാളായി. ഇതിപ്പോ എന്തിനിങ്ങനെ ജീവിക്കുന്നു? മധുര നൊമ്പരക്കാറ്റ്